ഓരോ ദിവസവും എത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ദൈവമായ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നത്. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീതിമാവർത്തന പുസ്തകം 15:10 നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കുമെന്ന്. തീർച്ചയാണ്, നമ്മൾ ഈ പ്രഭാതത്തിൽ ആരംഭിക്കുന്ന ഓരോ ജോലികള്, കടന്നു പോകുന്ന വഴികൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മെ ജീവിക്കാൻ അനുവദിച്ച ദൈവത്തിനറിയാം ഞാനും നിങ്ങളും ഏതൊക്കെ വഴിയിലൂടെ ഇന്ന് സഞ്ചരിക്കുമെന്ന്. പക്ഷെ ആ ദൈവമായ കർത്താവ് പറയുകയാണ്, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും, എല്ലാ ജോലികളിലും നിന്നെ സമൃദ്ധമായിട്ട് ഞാൻ അനുഗ്രഹിക്കുമെന്ന്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മളെ തന്നെ തമ്പുരാന്റെ കരങ്ങൾ കൊടുക്കണം. ഒരിക്കലും ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങ് എന്നെ എത്രത്തോളം ഉയർത്തുവാന് ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു എന്ന്. എന്നിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 2 സാമുവേൽ പ്രവാചന പുസ്തകം 7:29 അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകുമെന്ന്. മക്കളെ, നമ്മൾ വിശ്വസിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കുവാൻ, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ കർത്താവിന്റെ അനുഗ്രഹത്തിലൂടെ ഓരോ നിമിഷം മുന്നോട്ട് പോകുവാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ആ ഒരു കാരുണ്യത്തിന് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കണം. അതാണ് ദൈവമായ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നീതിമാവർത്തന പുസ്തകം 30:9 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, നാം ചെയ്യുന്ന എല്ലാ ജോലികളില്, കടന്നു പോകുന്ന യാത്രകളില്, വഴികളില്, കണ്ടുമുട്ടുന്ന മക്കളില് കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും, നമ്മുടെ വിളവുകളെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈ ഒരു ദിവസം കർത്താവെ നീ അനുഗ്രഹിക്കണം. ജോബിന്റെ പുസ്തകം 1:10 നമ്മൾ വായിക്കുന്ന പോലെ, അങ്ങ് അവനും അവന്റെ ഭവനത്തിന് സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അവിടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ കഷ്ടങ്ങളായിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, നെടുവീർപ്പുകളായിരിക്കാം. പക്ഷേ വചനത്തിന്റെ കോട്ട കെട്ടി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലൊരു പിതാവായ ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നു, വേണ്ട സുരക്ഷിതത നൽകി നമ്മുടെ ജീവിതയാത്രയെ അവിടുന്ന് അനുഗ്രഹീതമാക്കുന്നു. വിശ്വസിക്കാം മക്കളെ, ഈ പ്രഭാതം എനിക്കും നിങ്ങൾക്കുമായിട്ട് ദൈവമായ കർത്താവ് പ്രദാനം ചെയ്തുവെങ്കിൽ അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്, വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ഈ പ്രഭാതം ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്കാം. ഇന്ന് നമ്മൾ കാണുന്നവരെ അനുഗ്രഹിക്കുവാൻ, ഇന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ, അറിയുന്ന കാര്യങ്ങളെ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം, യേശുയുടെ വലിയ സാന്നിധ്യം, വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം, തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം മുദ്ര തന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ ജീവിതയാത്രകളെയും, നമ്മുടെ സംരംഭങ്ങളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം.